ഹായ് ഫ്രണ്ട്സ്, വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ മ്യൂസിയം ഞങ്ങൾ പോയ സമയത്ത് എടുത്തതാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി കാണിക്കാനുണ്ട്. സൂ ഉണ്ട്, പിന്നെ മ്യൂസിയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ പോയി കണ്ടില്ല. കണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാണ്. അവിടെ ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു അത്ഭുത ഫ്രൂട്ടാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർക്കൊക്കെ പരിചയമുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവരെല്ലാം മ്യൂസിയത്തിൽ പോയാൽ കാണാവുന്നതാണ്. ഞങ്ങൾ പോയ സമയത്ത് കായ്ച്ച് നിൽപ്പുണ്ടായിരുന്നു. അത് പണ്ടത്തെ നമ്മുടെ മുനിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമണ്ടലു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ വലിയൊരു ഇതാണ്. വലിയ വൃക്ഷമൊക്കെയായി വരുമ്പോൾ തന്നെ അതിൻ്റെ കാ വളരെ വലുതാണ് കേട്ടോ. നമുക്ക് രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഒരു വലിപ്പമുള്ളത്. പണ്ട് മുനിമാരെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ അതിൽ വെള്ളം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതാണ്, കുടിക്കാനായിട്ട്. പിന്നെ അവരുടെ പാത്രങ്ങളും അതിനെ കട്ട് ചെയ്തെടുത്ത് അതിൽ തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അതിന് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു കട്ടിയുള്ള തോടാണ് കേട്ടോ അതിൻ്റെത്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ആൾക്കാർ അതിനെ പല രീതിയിൽ അത് മോഡിഫൈ ചെയ്തിട്ട് ചിത്രപ്പണികളൊക്കെ ചെയ്ത് പാത്രമായിട്ടും സ്പൂണായിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. അന്ന് മുനിമാർ അങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ അത് വളരെ നല്ല ഒരു ഇതായിട്ടാണ് പറയുന്നത്. ഒത്തിരി പോഷകാംശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ആ പൾപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും. അത് വൈൻ ഉണ്ടാക്കാനൊക്കെ കൊള്ളാമെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അതെല്ലാം മാറ്റിയതിന് ശേഷം അതിൽ നമ്മൾ വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ കുറയുന്നതാണ് പറയണത്. അതായിരിക്കാം മുനിമാർ അതിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം നല്ല സ്റ്റീൽ ബോഡിയായിട്ട് നല്ലതായിട്ടല്ലേ അവരൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൊഴുപ്പൊക്കെ കുറഞ്ഞിരിക്കുന്നതായിരിക്കാം തോന്നുന്നു. അപ്പോൾ നമുക്കും നമ്മുടെ വീടുകളിലെല്ലാം അതൊന്ന് നട്ടുപിടിപ്പിച്ച് അതിനെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കൊഴുപ്പും കൊളസ്ട്രോളൊന്നും ഇല്ലാത്തൊരവസ്ഥ നല്ലതല്ലേ നമ്മുടെ ശരീരത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസർ സെല്ലുകൾ പടരുന്നതും അത് കുറച്ച് ക്രമീകരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന് വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളും ഒരു മരം നട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കാ തന്നെ ചെറുതിലേ കായ്ക്കും കേട്ടോ അത്. അപ്പോൾ അതെനിക്കൊരു കൗതുകമായിട്ട് തോന്നി. പിന്നെ ഞാനും എൻ്റെ കൊച്ചുമോനും മോളും എല്ലാവരും കൂടി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എല്ലാം ഒന്ന് കറങ്ങി ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു. കുട്ടികൾക്കിടെ പാർക്കിലൊക്കെ പോയി. അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളേ പോയുള്ളൂ. നമ്മൾ അകത്തൊന്നും കണ്ടില്ല. പക്ഷി മൃഗാദികളെ അങ്ങനെയൊന്നും കാണാനൊന്നും നമ്മൾ കയറിയില്ല. അപ്പോൾ അവിടെയൊക്കെ പോയതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളെല്ലാം ഇപ്പം സ്കൂൾ പൂട്ടലല്ലേ, തുറക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ പോയി കണ്ട് കുട്ടികളായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചൊക്കെ വരിക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.